കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശുദ്ധിയായിരുന്നു ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഭക്തജനങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും ഭഗവാന് അത് ശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ശുദ്ധി ചടങ്ങുകൾ നടക്കുക. അപ്പോൾ അത് കാരണം ഭഗവാൻ വളരെ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ നാളെയാണ് 25 കലശമൊക്കെ. നാളെ ഇപ്പോൾ 1-ാം തീയതിയാണ്, വൃശ്ചികം 1-ാം തീയതി. അപ്പോൾ വൃശ്ചികം തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് വരിക ശുദ്ധി ചടങ്ങുകളൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ നല്ല എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ആ ഒരു സമയമാണ്. ഭഗവാന് ശക്തി വർദ്ധിച്ചു വരുന്ന സമയമാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം. നാളെ മുതൽ അത് അരങ്ങേറായി. വളരെ മനോഹരമായ ആ ഗാനാലാപനങ്ങൾ മുഴുവൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കേൾക്കാം നമുക്ക്. അതിൻ്റേതായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിത്യവും നമുക്ക് കാണാം. അതായത് തിരക്ക് തുടങ്ങായി എന്നർത്ഥം. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം വെച്ച് മഞ്ജുള ഭാരസിയാരെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിച്ച് നമുക്ക് നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്താം. അവിടെ വന്ന് ആ ഗണേശനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ തന്നെ ആ അണിഞ്ഞൊരുങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുകളിലിങ്ങനെ കാണാം. ആ കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ നിറച്ച് മാലകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടേ. അതൊക്കെ കണ്ട് വലിയ ബലിക്കല്ലിൻ്റെ അധീനെ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കും കാണാം. വലതേ ഭാഗത്തേക്ക് നോക്കിയാൽ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണാണെന്ന് പറയുന്നു. അത് കണ്ട് തൊഴാം. പിന്നെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പ്രകാശം. ആ പ്രകാശത്തിൽ ഇങ്ങനെ ഉണ്ണീനെ ഇങ്ങനെ നന്നായിട്ട് കാണാണ്ട്. ആദ്യം തന്നെ കാൽപാദങ്ങൾ കാണുന്നു. കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ മഞ്ഞ പട്ട് ഉടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് ഇങ്ങനെ അരയിൽ കെട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ ആളായിട്ടാട്ടോ, വലിയ ഉണ്ണിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്ത് ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം, അതേപോലെ കൈവളകൾ, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കയ്യിൽ എന്താ വെച്ചാൽ വലത്തെ കയ്യിലാണെന്ന് പൊന്നോടക്കോഴിൽ. ഇന്നലെ ഇടത്തെ കയ്യിലായിരുന്നു, ഇന്ന് വലത്തെ കയ്യിൽ. അതേപോലെ ഇന്ന് ഇടത്തെ കൈയാണ് അരയിലിങ്ങനെ കുത്തി വെക്കണം. ഇന്നിപ്പോൾ എന്താ കളിക്കാൻ ആരാ ഉള്ളത്, ആരാ വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെയാണ്. ആരെങ്കിലും ഉണ്ടോ, കളിക്കാൻ വരുന്നുണ്ടോ, ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കേട്ടോ. ഇന്നലെ പിന്നെ അതല്ല, എനിക്ക് ഇനി അമ്മയെ വെണ്ണതായോ എന്ന് പറയണ മാതിരിയായിരുന്നു. ഇന്നിപ്പോൾ അതിന് വ്യത്യാസമായിട്ടാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്കൊക്കെ നോക്കി വരുമ്പോൾ മുഖത്ത് നല്ല പുഞ്ചിരി, വളരെ മൃദുമന്ദഹാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ ചിരിച്ചും കൊണ്ടേ നിൽക്കുകയാണ് എല്ലാവരും ഭക്തരെ ഇങ്ങനെ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ശക്തി കൂടി ഇങ്ങനെ വരികയല്ലേ, ആ വിഗ്രഹത്തിനുമൊക്കെ ഇങ്ങനെ ശക്തി കൂടി വരുന്ന സമയത്ത് ഭഗവത് ചൈതന്യ വർദ്ധനവാണ്. അപ്പോൾ അതിങ്ങനെ ആയി വരുന്ന ആ ഒരു പ്രകാശമാണ് കാണുന്നത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുടിമാല ഉണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയും ആയിട്ടും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി അങ്ങനെ. അതേപോലെ തന്നെ 2 ഉണ്ടമാല ഉണ്ട് കേട്ടോ. 2 തിരുമുടിമാലയുണ്ട്, 2 ഉണ്ടമാലയുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകളായിട്ട് തുളസിമാലകൾ കാണാനുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് ആ പൊന്നോടക്കോഴിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിയാണ്. കുറച്ച് വലിയ ആളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് തൊഴുന്ന പോലെ മനസ്സിൽ വിചാരിച്ച ആ ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലെത്തും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി
നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത് പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് വന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്തൊക്കെ തിരക്ക് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ തിരക്കാണ്, ഞായറാഴ്ച അല്ലേ. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഗണേശനെ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ വിഗ്രഹം നല്ല മുഖത്തൊക്കെ ചന്ദനക്കാപ്പ് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിൽ കിരീടം വെച്ചിട്ടുണ്ട്. നല്ലൊരു പട്ടുമുണ്ട് പാവുമുണ്ട് അണിഞ്ഞിട്ടുണ്ട്. അതേമാതിരി ധാരാളം പൂക്കൾ കാണാണ്ട് വലിയ സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. കാതിലൊക്കെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഗണേശനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പത്മനാഭസ്വാമിയുടെ അവിടെ നല്ല മാലകളുണ്ട് കേട്ടോ. താമര മാലകളാണ് ധാരാളമുണ്ട്. പിന്നെ തുളസിയുണ്ട്. പിന്നെ വെളുത്ത പൂവുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ വലിയ നരസിംഹ ഉഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ കണ്ണനെ കണ്ട് തൊഴാം. കണ്ണൻ്റെ അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ 2-3 മാലകളുണ്ട്, തുളസി മാലയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ആ മുരുകനെയാണ്. മുരുകനെയും കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്നിപ്പോൾ ഒരു ലിഖിതമാല ഉണ്ട്. അതേപോലെ ചെറിയൊരു മാലയുണ്ട്. പിന്നെ കുറച്ച് കുങ്കുമമുണ്ട്. കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചു. അതേപോലെ ആ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അവിടെ പ്രാർത്ഥിച്ച് അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടേക്ക് വരുന്നു. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കിഴക്ക് വശത്തുള്ള മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ കിടാവിളക്കും നൃത്താറി മണിക്കിണറും ഒക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെ, അതേപോലെ നാരദരെ, ആ മേൽപ്പത്തൂരിനെ ഒക്കെ കണ്ട് ആ വസുദേവരെ ഉണ്ണീനെയൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന അനന്തൻ്റെ കാവലിൽ കൊണ്ടുപോകുന്ന വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നാൽ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ്. അങ്ങനെ അവിടെ വന്ന് നമ്മൾ നോക്കുക. അങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നിറയെ കളഭം ചാർത്താണ്. ചന്ദനം കൊണ്ട് മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല വലിയ കണ്ണെഴുതി പൊട്ട് തൊട്ട് വളരെ നല്ല രസമായിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്, നെക്ലസ് മാലകളുണ്ട്, പച്ച പട്ടുണ്ട്, അതേപോലെ ചുവന്ന പട്ടണിഞ്ഞിട്ടുണ്ട്. പിന്നെ ധാരാളം ചുവന്ന പൂക്കൾ വെച്ചിട്ടുണ്ട്, താമരപ്പൂവുണ്ട്, നല്ല സ്വർണത്തിൻ്റെ മാലകളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അമ്മ നല്ല സുന്ദരിയായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക.
നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയിട്ട് ആ ഒരു ദർശനം കിട്ടിയ പോലെയാവും. അല്ലെങ്കിൽ പിന്നെ മമ്മിയൂർ പോകണ്ടേ, മമ്മിയൂർക്ക് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് തൊഴുതാൽ അതും കൂടി ആ മമ്മിയൂർ പോകുന്നതിന് ഫലമായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ തൊഴുതു. അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉണ്ണീനെ കാണാൻ, വലിയ ഉണ്ണിയാവുകൊണ്ട് നന്നായിട്ട് കാണാൻ കഴിയും. അപ്പോൾ കണ്ട് നമസ്കരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കിയാൽ വലിയ വിളക്ക് ഇങ്ങനെ കിടാ വിളക്കായിട്ട് കത്തുന്ന കാണാം. അതും കണ്ട് തൊഴുത് പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴോ അവിടെ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് തൊഴാം. അപ്പോൾ അയ്യപ്പസ്വാമിയെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ധാരാളം പൂക്കളാണ്, നല്ല മാലകൾ, ഇങ്ങനെ ഒരുപാട് മാലകളുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു അയ്യപ്പസ്വാമി, നല്ല രസമായിട്ട് അയ്യപ്പസ്വാമീനെ ഇങ്ങനെ വരച്ച് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ ചാർത്തുകൾ. അതേമാതിരി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ ആ മാലകൾ ചാർത്തിയിട്ടുണ്ട്, ഗോപീതിയിൽ കണിഞ്ഞിട്ടുണ്ട്. അപ്പം അയ്യപ്പസ്വാമി എല്ലാവരും കൂടി പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഇപ്പോൾ നാളെ 1-ാം തീയതി, നാളെ തിരക്കായി. നാളെ മുതൽ സ്വാമിമാരുടെ തിരക്കും ഒക്കെ. അപ്പോൾ അവിടെ ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാവും. അപ്പുറത്ത് കെട്ടുനറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും സ്വാമി ശരണം എന്നുള്ളത് ഇങ്ങനെ കേൾക്കാം നമുക്ക്. അപ്പോൾ നമുക്കങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നല്ല വെയിലാട്ടോ. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് ആ കാളിയമർദ്ദന രൂപിയെ കാണാൻ നടുക്ക്. അത് കണ്ട് തൊഴുത് നാരായണാലയത്തിലൊന്ന് വന്ന് നാരായണാലയത്തു നിന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ ദേവിയുടെ അവിടേക്കും വരാം. അത് കഴിഞ്ഞ് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് കിഴക്ക് വശത്തുനിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിച്ച് പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.